കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ത തത്ത കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ യുദ്ധകാന്ഡം 7-ാം സർഗം 33-ലാണ് നിർത്തിയത്. കാലനേമിയുടെ കഥയാണല്ലോ. ഹനുമാൻ്റെ ഇടി കൊണ്ട് കാലനേമി മുനിവേഷം ഉപേക്ഷിച്ചു. പിന്നെ പലവിധ മായാപ്രയോഗങ്ങളെ കൊണ്ട് ഹനുമാനോട് യുദ്ധം ചെയ്തു. പക്ഷേ അതിലും വലിയ മായാവിയായിട്ടുള്ള ഭഗവാന്റെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദൂതനല്ലേ. അപ്പം പിന്നെ ഈ അല്പമായാവിയായിട്ടുള്ള കാലനേമിയുടെ ഒന്നും പേടിക്കാനില്ലല്ലോ ഹനുമാൻ മുഷ്ടി ബലമായിട്ട് അങ്ങോട്ട് ചുരുട്ടിയിട്ട് കാലനേമിയുടെ ശിരസിൽ ഇടിച്ചു. അപ്പോൾ തലയോട് പിളർന്ന് കാലനേമി മരിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി നമുക്ക് 34-35 ചെയ്യാം കേട്ടോ. തഥ ക്ഷീരനിധിം ഗത്വാ ദൃഷ്ട്വാ ദ്രോണം മഹാഗിരിം. അദൃഷ്ട്വാ അത് മറ്റേൻ്റെ ഒരു വരി കേട്ടോ. ഈ 34 അദൃഷ്ട്വാ ചൗഷധീസ്തത്ര ഗിരിമുൽപ്പാട്യ സത്വരഃ ഗൃഹീത്വാ വായുവേഗേന ഗത്വാ രാമസ്യ സന്നിധിം. ഉവാച ഹനുമാൻ രാമം ആനീതോയം മഹാഗിരിഃ യദ്യുക്തം കുരു ദേവേശ വിളംബോ നാത്ര യുജ്യതേ. തതഃ ക്ഷീരനിധിം ഗത്വാ അതിനുശേഷം ഈ പാൽക്കടൽ തീരത്തിലേക്ക് പോയിട്ട് ദ്രോണം മഹാഗിരിം ദ്രോണ പർവ്വതത്തെ കണ്ടിട്ട് തത്ര ഔഷധിം അദൃഷ്ട അവിടെ മരുന്ന് കാണാൻ സാധിക്കാതെ സത്വരഹ ഗിരിം ഉൽപ്പാട്യ വളരെ ബന്ധപ്പെട്ടിട്ട് ഈ ആ പർവ്വതത്തിന് തന്നെ ഉൽപ്പാട്ടിയാച്ചാലോ പുഴക്കിയിട്ട് ഗൃഹീത്വ കൈ പിടിച്ചിട്ട് വായുവേഗേന രാമസ്യ സന്നിധിം ഗത്വ വായുവേഗത്തിൽ രാമൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഹനുമാൻ രാമം ഉവാച ഹനുമാൻ രാമനോട് പറഞ്ഞു, അയം മഹാഗിരി ആനീത ഞാൻ ഈ മഹാപർവ്വതം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദേവേശാഹേ ദേവദേവ യത് യുക്തം കുരു എന്താണ് യുക്തം ച അത് ചെയ്തോളൂ. അത്ര വിളംബഹ നയുജ്യതേ ഇതിലൊട്ടും കാലതാമസം നന്നല്ല എന്ന് പറഞ്ഞു. എന്താണ് ഉടനെ ഹനുമാൻ കാലനേമി കൊന്നുല്ലോ. ഉടനെ ഹനുമാൻ അവിടുന്ന് പാൽക്കടൽ തീരത്തേക്ക് ചാടി എന്നിട്ട് അവിടെ ദ്രോണപർവ്വതം കണ്ടു. പക്ഷെ അതിലാവശ്യമുള്ള ഔഷധങ്ങളൊന്നും ഹനുമാൻ ഏതാണെന്നൊന്നും അറിയില്ല. വേർതിരിച്ച് കണ്ടുപിടിക്കാനൊന്നും ഹനുമാന് പറ്റിയില്ല. ഏത് മരുന്നാണെന്നും അറിയില്ല. അപ്പോൾ വേഗം ഒട്ടും ആലോചിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ആ പർവ്വതത്തെ അടിയോടെ ഇങ്ങോട്ട് പുഴക്കി കൈ പിടിച്ചു. എന്നിട്ട് അതും കൊണ്ട് വായുവേഗത്തിൽ അങ്ങോട്ട് ചാടിയിട്ട് രാമൻ്റെ അടുത്തെത്തി രാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമ ഭഗവാനെ നിന്തിരുവിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിത് ആ മഹാപർവ്വതം തന്നെ ഇങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ്. എനിക്ക് ഏത് ചെടി എടുക്കേണ്ടതെന്ന് അറിയില്ല. വേണ്ടത് വേഗം അതിന്ന് എടുത്തിട്ട് വേണ്ട പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ, യുക്തം പോലെ ചെയ്തോളൂ. ഇനി ഒട്ടും കാലതാമസം ഇതിൽ വേണ്ട എന്ന് പറഞ്ഞു വെച്ചാൽ വേഗം അതായത് നോക്കിയിട്ട് സമയം കളയണ്ട വെച്ചിട്ടേ ആ പർവ്വതം തന്നെ ഇങ്ങോട്ട് പുഴക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. തഥ ക്ഷീരനിധിം ഗത്വാ ദൃഷ്ട്വാ ദ്രോണം മഹാഗിരിം അദൃഷ്ട്വാ ചൗഷധീസ്തത്ര ഗിരിമുൽപ്പാട്യ സത്വരഃ ഗൃഹീത്വാ വായുവേഗേന ഗത്വാ രാമസ്യ സന്നിധിം വേഗം അങ്ങോട്ട് ചാടി രാമനടുത്തെത്തി. ഉവാച ഹനുമാൻ രാമം ആനീതോയം മഹാഗിരി ഞാൻ മഹാഗിരി തന്നെ കൊടുന്നു ഇങ്ങടെ യദ്യുക്തം ഗുരുദേവേശ വേണ്ട ഔഷധങ്ങളെടുത്ത് വേണ്ടതുപോലെ ചെയ്തോളൂ. വിളംബോ നാത്ര യുജ്യതേ കാലവിളംബം ഡിലേ വേണ്ടാന്ന് കാലതാമസം വേണ്ട. 36-37 ഒരു വരി ശ്രുത്വാ ഹനുമതോ വാക്യം രാമസന്തുഷ്ടമാനസ ഗൃഹീത്വാ ചൗഷധീ ശീഘ്രം സുഷേണേന മഹാമതിഃ
ചികിത്സാം കാരയാമാസ ലക്ഷ്മണായ മഹാത്മനെ. ഹനുമതഃ ഹനുമാന്റെ വാക്യം ശ്രുത്വ വാക്യം കേട്ടിട്ട് സന്തുഷ്ടമാനസഃ മഹാമതിഃ രാമ വളരെ സന്തോഷിച്ച മനസ്സോടു കൂടിയിട്ടുള്ള രാമൻ സുഷേണേനേന സുഷേണനെ കൊണ്ട് ഔഷധീഹി ഗൃഹീത്വ സുഷേഷന ഔഷധമരങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവനെ കൊണ്ട് അതൊക്കെ പറിപ്പിച്ചിട്ട് മഹാത്മനെ ലക്ഷ്മണായ മഹാത്മാവായ ലക്ഷ്മണന് ചികിത്സാം കാരയാമാസ ചികിത്സ ചെയ്യിപ്പിച്ചു. അതായത് ഹനുമാൻ പറഞ്ഞത് കേട്ടിട്ട് നല്ല സന്തോഷമായി. ആർക്ക് വേഗം കൊടുന്നുല്ലോ. സന്തോഷമായിട്ട് ശ്രീരാമൻ സുഷേണനെ കൊണ്ട് മഹാത്മാവായ ലക്ഷ്മണന് ഔഷധം കൊണ്ടുള്ള ചികിത്സയൊക്കെ ചെയ്യിപ്പിച്ചു. ശ്രുത്വാ ഹനുമതോ വാക്യം രാമ സന്തുഷ്ടമാനസ ഗൃഹീത്വാ ചൗഷധീഃ ശീഘ്രം സുഷേണേന മഹാമതിഃ ചികിത്സാം കാരയാമാസ ലക്ഷ്മണായ മഹാത്മനെ. ഇനി മറ്റേ ഈ 37 ഒരു വരിയും 38, 39 കൂട്ടാണ് കേട്ടോ. അപ്പം 37 ഒരു വരി ആദ്യം. തഥാ സുപ്തോത്ഥിത ഇവ ബുദ്ധ്വാ പ്രോവാച ലക്ഷ്മണ. 38 തിഷ്ഠ തിഷ്ഠ ക്വ ഗന്ധാസി ഹന്മീദാനിം ദശാനന ഇതി ബ്രുവന്തമാലോക്യ മൂർധ്ന്യവഘ്രായ രാഘവഃ. 39 മാരുതിം പ്രാഹവത്സാദ്യ ത്വൽപ്രാസാദാൻ മഹാകപേ നിരാമയം പ്രപശ്യാമി ലക്ഷ്മണം ഭ്രാതരം മമ. തഥാ അതിനുശേഷം സുപ്തോത്ഥിത ഇവ ഉറങ്ങി നീട്ട പോലെ ഉറക്കത്തുനിന്ന് അങ്ങനെ ഉണർന്ന പോലെ ബുദ്ധ്വ ബോധമൊക്കെ ശരിയായിട്ട് ലക്ഷ്മണൻ പ്രോവാച മീൻസ് പറഞ്ഞു. ദശാനന ഹേ രാവണ ഉറങ്ങി നീട്ട പോലെ തോന്നിയുള്ളൂ ലക്ഷ്മണനെ. എന്നിട്ട് രാവണനോട് പറഞ്ഞു, ഹേ രാവണ തിഷ്ഠ നിക്ക നീ അവിടെ. ക്വഗദാസി എങ്ങടാ നീ ഓടണ, എങ്ങോട്ട് പോണു? ഇതാനും ഇപ്പോൾ ഹന്മി ഞാൻ നിന്നെ കൊല്ലും. ഞാൻ ഇതി ബ്രുവന്ത ഇങ്ങനെ പറയുന്നവനെ ആലോക്യ കണ്ടിട്ട് രാഘവ രാമൻ മൂർധാവിൽ അതായത് തലയിലെ അവഘ്രായ മീൻസ് തലയിൽ ചുംബിച്ചിട്ടേ മാരുതി ഹനുമാനോട് പ്രാഹ പറഞ്ഞു, മഹാകവേ ഹേ മഹാനായ കവി അതായത് ഹനുമാനോടെ വത്സ ഹേ വത്സ ത്വൽ പ്രസാദ നിൻ്റെ പ്രസാദത്താൽ മമ എൻ്റെ ഭ്രാതരം ലക്ഷ്മണൻ എൻ്റെ സഹോദരനായിട്ട് ലക്ഷ്മണനെ നിരാമയം പ്രപശ്യാമി ഒരു വിഷമോ ആമയം എന്ന് പറഞ്ഞാൽ ദണ്ണാണ്, ഒരു എണ്ണങ്ങളും ഇല്ലാത്തവനായിട്ട് ഞാൻ കണ്ടു. അതായത് പൂർണ്ണ ആരോഗ്യമായിട്ടാണ് നീട്ടതേ ആ മരുന്നൊക്കെ കൊടുത്തപ്പോഴേ. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ അതിനുശേഷം ലക്ഷ്മണൻ ഉണർന്ന ഒരാളെ പോലെ നല്ല ബോധമൊക്കെ തെളിഞ്ഞ് നീട്ടു. അതായത് ബോധം കെട്ടായിരുന്നു. ആ ബോധമൊക്കെ തിരിച്ച് കിട്ടിയിട്ട് ഉടനെ രാവണനോട്, ഹേ രാവണ നിക്ക നീ എങ്കടാ ഓടണ, നിന്നെ ഞാൻ ഇപ്പം കൊല്ലും എന്ന് പറയുന്നത് കേട്ടപ്പോൾ രാമൻ ലക്ഷ്മണൻ്റെ സന്തോഷം കൊണ്ട് മരിച്ച് കിടക്കുന്ന ആളാണ് അപ്പോൾ നീട്ടത്. അപ്പോൾ സന്തോഷം കൊണ്ട് ലക്ഷ്മണൻ്റെ ശിരസ്സിൽ ചുംബിച്ചുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, ഹേ വത്സ ഹനുമാനെ നിൻ്റെ ഈ സ്നേഹപൂർവമായിട്ടുള്ള ഈ പ്രവൃത്തി കാരണം നിൻ്റെ അതിൻ്റെ വേഗതയും ആ പ്രവൃത്തി കാരണം ഇന്ന് എൻ്റെ പ്രിയ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ്റെ എല്ലാ ആമയങ്ങളും അതായത് അസുഖങ്ങളും എല്ലാം തീർന്നു. വളരെ സന്തോഷം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അപ്പോൾ എൻ്റെ അനിയൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. ആരോട്? ഹനുമാനോട്. സന്തോഷമായി ലക്ഷ്മണൻ നീട്ടപ്പോളേ. നല്ല ഉശിരായിട്ടാണ് ഇനി നീട്ടത് അല്ലേ. രാവണ നിക്ക നിന്നെ ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ തിരിച്ചു കിട്ടി തൻ്റെ അനിയനെ എന്ന് വിചാരിച്ച് ആദ്യം ലക്ഷ്മണനെ ഒന്ന് തലയിൽ ചുംബിച്ചു സന്തോഷമായിട്ട്. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, നീ തന്നെയാണ് എൻ്റെ അനിയനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പ്രവർത്തിച്ച കാരണം എൻ്റെ അനിയൻ്റെ എല്ലാ ആമയങ്ങളും നീങ്ങി എന്ന് പറഞ്ഞു അല്ലേ. ഇനി തഥാ സുപ്തോത്ഥിത ഇവ ബുദ്ധ്വാ പ്രോവാച ലക്ഷ്മണ തിഷ്ഠ ക്വ ഗന്ധാസി ഹന്മീദാനിം ദശാനന ഇതി ബ്രുവന്തമാലോക്യ മൂർധ്നവഘ്രായ രാഘവ. അപ്പം രാഘവൻ അത്ര ലക്ഷ്മണൻ നീട്ടപ്പോൾ സന്തോഷമായിട്ടാണ് വേഗം ഉമ്മ വെച്ചിട്ട് മാരുതിം പ്രാഹ മാരുതിയോട് പറഞ്ഞു, വത്സാദ്യ ത്വൽപ്രസാദൻ മഹാകപേ നിൻ്റെ പ്രസാദം കൊണ്ട് മീൻസ് നീ ചെയ്ത ഈ ഉപകാരം കൊണ്ട് നിരാമയം പ്രപശ്യാമി ആമയമില്ലാത്തവനായി. ലക്ഷ്മണം ഭ്രാതരം മമ എൻ്റെ സഹോദരനായിട്ട് ലക്ഷ്മണൻ്റെ എല്ലാ ആമയങ്ങളും തീർന്നിരിക്കുന്നു. ഇനി 40, 41 ഇത്യുക്ത്വാ വാനരൈഃ സാർദ്ധം സുഗ്രീവേണ സമന്വിതഃ
വിഭീഷണമതേനൈവ യുദ്ധായ സമവസ്ഥിത പാഷാണൈ പാദപൈശ്ചൈവ പർവ്വതാഗ്രൈശ്ച വാനരാ യുദ്ധായാഭിമുഖാ ഭൂത്വാ യയുഃ സർവേ യുയുത്സവഃ. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് വാനരൈഹി സാർത്ഥം, ബാക്കി വാനന്മാരോട് കൂടി സുഗ്രീവേണ സമന്വിത, സുഗ്രീവനോടും കൂടിയിട്ട് വിഭീഷണ മതേന ഏവ, വിഭീഷണൻ്റെ അഭിപ്രായത്തോടും കൂടെ തന്നെ, അതായത് വിഭീഷണനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധായ സമവസ്ഥിത, വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു. യുയുത്സവ, യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരായിട്ട് സർവേ വാനര, എല്ലാ വാനന്മാർക്കും നല്ല ഉത്സാഹ. പാഷാണൈഹി, കല്ലുകളോടും, പാദപൈഹി, വൃക്ഷങ്ങളോടും, പർവ്വതാഗ്രഹി, പർവ്വത ശിഖരങ്ങളും ഒക്കെ എടുത്തിട്ടേ, ഈ വന്യന്മാരൊക്കെ എല്ലാ വാനന്മാരും കല്ലും, വലിയ വലിയ കല്ലുകളും വൃക്ഷങ്ങളും പർവ്വത ശിഖരങ്ങളും ഒക്കെ എടുത്ത് യുദ്ധായ അഭിമുഖാഹ ഭൂത്വ, യുദ്ധത്തിന് ഒരുങ്ങിയവരായിട്ട് യുയു യാനം ചെയ്തു വെച്ചാൽ പോയി. അതായത് ഇപ്രകാരം പറഞ്ഞപ്പോൾ വാനന്മാരോടും സുഗ്രീവനോടും കൂടി ലങ്കയുടെ സ്ഥിതിയൊക്കെ നന്നായിട്ട് അറിയണ വിഭീഷണനോട് അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം ശ്രീരാമൻ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ ആഗ്രഹം വളരെയധികം ഉണ്ടായിരുന്ന, ഈ ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമുള്ള വാനന്മാർക്ക് അവരെല്ലാവരും വലിയ വലിയ കല്ലുകളും വൃക്ഷങ്ങളും പർവ്വത ശിഖരങ്ങളും ഒക്കെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി ശ്രീരാമൻ്റെ കൂടെ പോയി എന്നാണ്. അതായത് ഇങ്ങനെ പിന്നെന്താണ്, ലങ്കത്തെ കാര്യങ്ങളൊക്കെ വിഭീഷണനേക്കാളും അറിയാലോ. അപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ വിഭീഷണനോടൊന്ന് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന്. എന്നിട്ട് വിഭീഷണൻ്റെ നിർദ്ദേശവും ഒക്കെ കണക്കിലെടുത്തിട്ട് എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ വാനന്മാർ സഹായത്തിനായിട്ട് വളരെ ധാരാളം ഇതൊക്കെ എടുത്ത് അവരും പുറപ്പെട്ടു. ഇത്യുക്ത്വാ വാനരൈഃ സാർദ്ധം സുഗ്രീവേണ സമന്വിത വിഭീഷണമതൈനൈവ യുദ്ധായ സമവസ്ഥിതഃ പാഷാണൈഃ പാദപൈശ്ചൈവ, പാഷാണച്ച കല്ലാണ്, വലിയ വലിയ കല്ലുകൾ. പാഷാണൈഃ പാദപൈശ്ചൈവ പർവ്വതാഗ്രൈശ്ച വാനരാഃ യുദ്ധായ ആഭിമുഖാ ഭൂത്വാ യയുഃ സർവേ യുയുത്സവഃ. ഇനി 42-43. രാവണോ വിവ്യഥേ രാമബാണൈർവിദ്ധോ മഹാസുരഃ മാതംഗ ഇവ സിംഹേന ഗരുഡേനൈവ പന്നഗ അഭിഭൂതോഗമദ്രാജ രാഘവേണ മഹാത്മന സിംഹാസനേ സമാവിശ്യ രാക്ഷസാനിതമബ്രവീത്. രാമബാണൈഹി ചന്ത, രാമൻ്റെ ഈ അമ്പുകളാൽ വിദ്ധ മുറിഞ്ഞ മഹാസുര രാവണ, ആ അസുരനായിട്ടുള്ള രാവണൻ സിംഹേന, സിംഹത്താൽ മാതംഗ ഇവ, സിംഹത്തിനാൽ പരിക്ക് പറ്റിയ മത്തഗജം പോലെയും ഗരുഡേന പന്നഗ ഇവ, ഗരുഡനാൽ ആക്രമിക്കപ്പെട്ട പാമ്പെന്ന പോലെയും വിവ്യഥേ മുറിക്കപ്പെട്ടു. മഹാത്മന രാഘവേണ, മഹാത്മാവായ രാമനാൽ അഭിഭൂത തോൽപ്പിക്കപ്പെട്ട രാജാവ് അഗമദ് ഗമിച്ചു, അകത്തേക്ക് പോയി. സിംഹാസനത്തിൽ സമാവിശ്യ ഇരുന്നിട്ട് രാക്ഷസാൻ തൻ്റെ ഭൃത്യന്മാരോടെ രാക്ഷസന്മാരോടെ ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിന് പോയി പറഞ്ഞല്ലോ. അപ്പോൾ രാമബാണങ്ങൾ ആ രാവണൻ്റെ ശരീരത്തിനെ മുഴുവൻ മുറിയാക്കി. ശരീരത്തിൽ രാമൻ്റെ ബാണങ്ങൾ ഏറ്റിട്ട് രാവണൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞു. അപ്പോൾ ഒരു സിംഹം എങ്ങനെയാണ് ഒരു മതിച്ച ആനെ മുറിപ്പെടുത്തുക, അതുപോലെയും അല്ലെങ്കിൽ ഗരുഡനാൽ പാമ്പ് എന്ന പോലെയും രാവണൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സിംഹത്താൽ ഒരു മത്തഗജം എന്ന പോലെയും ഗരുഡനാൽ പാമ്പ് എന്ന പോലെയും രാമനാൽ രാവണൻ മുറിവേൽപ്പിക്കപ്പെട്ടു. വളരെ ദുഃഖമായി അപ്പോൾ. കാരണം അവനവൻ്റെ ശക്തി കുറഞ്ഞു എന്നങ്ങടെ രാമൻ്റെ മുമ്പിൽ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ വളരെ ദുഃഖിച്ചു. അങ്ങനെ മഹാത്മാവായിട്ടുള്ള രാമനാൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ആ രാവണൻ അവിടെ നിന്ന് പോയി, അകത്തേക്ക് പോയി അന്തഃപുരത്തിലേക്ക്. എന്നിട്ട് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള രാക്ഷസന്മാരോട് ഇപ്രകാരം പറഞ്ഞു. തോറ്റ് ഓടിപ്പോയതിൻ്റെ അകത്തേക്ക്, അതായത് മേല് മുഴുവൻ മുറിയായി, അത് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ അകത്തേക്ക് ഓടിപ്പോയി. ഓടിപ്പോയിട്ട് രാക്ഷസന്മാരോടൊക്കെ
ഡിസ്കസ് ചെയ്യണം, ഇനി എന്താ വേണ്ട. കാരണം ദുഃഖമായി. കാരണം അത്ര അവനവൻ ബലശാലിയെന്ന് വിചാരം ഉണ്ടായപ്പോൾ ശ്രീരാമനാൽ മുറിവേൽക്കപ്പെട്ട അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഓടേണ്ടി വന്നുല്ലോ. അപ്പോൾ ദുഃഖമായി. രാവണോ വിവ്യഥേ രാമബാണൈർവിദ്ധോ മഹാസുര മാതംഗ ഇവ സിംഹേന ഗരുഡേനൈവ പന്നഗ അഭിഭൂതോ ഗമദ്രാജ രാഘവേണ മഹാത്മനാ സിംഹാസനേ സമാവിശ്യ രാക്ഷസാനിതമിബ്രവീത്. ഇനി 44-45 മാനുഷേണൈവ മേ മൃത്യുമാഹ പൂർവം പിതാമഹ മാനുഷോ ഹി ന മാം ഹന്തും ശക്തോസ്തി ഭുവി കശ്ചന തതോ നാരായണ സാക്ഷാൻ മാനുഷോ ഭൂന്ന സംശയ രാമോ ദാശരഥിർഭൂത്വാ മാം ഹന്തും സമുപസ്ഥിത. മാനുഷേണ ഏവ മനുഷ്യനാൽ തന്നെ, മനുഷ്യൻ്റെ കൈകൊണ്ട് തന്നെ, മേ മൃത്യും എൻ്റെ മരണത്തെ പൂർവം പിതാമഹ ആഹ പണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ മനുഷ്യൻ എന്താണ് രാവണൻ പറഞ്ഞ, മനുഷ്യനെ ഒഴിച്ച് വേറെ ആരുടെ കൈകൊണ്ടും ഞാൻ മരിക്കാൻ പാടില്ല പറഞ്ഞു. മനുഷ്യൻ്റെ കൈകൊണ്ട് മരിക്കാൻ പാടില്ല പറഞ്ഞില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ കൈകളെ കൊണ്ട് തന്നെ എൻ്റെ മരണത്തെ പണ്ട് ബ്രഹ്മാവ് പറഞ്ഞു. മാം ഹന്തും എന്നെ കൊല്ലാൻ ശക്ത കശ്ചന മാനുഷ ശക്തനായൊരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് മനുഷ്യനൊഴിച്ച ഒരു ആളെ കൊണ്ടും കൊല്ലരുതെന്ന്. എന്നെ കൊല്ലാൻ തക്കന മനുഷ്യനില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഭൂമി നാസ്തിഹി, ഈ ഭൂമിയിലില്ല അതിന് ശക്തനായിട്ടുള്ള മനുഷ്യൻ നിശ്ചയം. അതുകൊണ്ട് അതുകൊണ്ട് ഇത് സാധാരണ മനുഷ്യനല്ല എന്ന് പറയണ സാക്ഷാൽ നാരായണ. ഇത് സാധാരണ ഒരു മനുഷ്യനെ എന്നെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു മനുഷ്യരൂപത്തിൽ വന്ന ആരാണ്? സാക്ഷാൽ ശ്രീനാരായണനാണ്. മാനുഷ അഭൂത്, മനുഷ്യനായി ഭവിച്ചു. എന്നിട്ട് എന്നാ സംശയ, എനിക്കൊരു സംശയമില്ല. ദാശരഥി രാമഹ ഭൂത്വ, ദശരഥൻ്റെ പുത്രനായ രാമനായിട്ട് ജന്മെടുത്തിട്ട് മാം ഹന്തും എന്നെ കൊല്ലാനായിട്ട് സമുപസ്ഥിത ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് മനസ്സിലായി. പണ്ട് വരം നൽകിയ സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്ക് മനുഷ്യനിൽ നിന്ന് മാത്രമേ മരണം ഉണ്ടാവുള്ളൂ, ഒരു മനുഷ്യനും എന്നെ കൊല്ലാത്ത ശക്തനല്ലേനും. അതാണ് വരം നൽകുന്ന സമയത്ത് ബ്രഹ്മദേവൻ മനുഷ്യനിൽ നിന്ന് മാത്രമേ എനിക്ക് മരണം ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വധിക്കാൻ ശക്തിയുള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നത്, എനിക്ക് സംശയമില്ല. ഈ മഹാവിഷ്ണു തന്നെയാണ് ദശരഥപുത്രനായിട്ടുള്ള രാമനായി അവതരിച്ചിട്ട് അപ്പം എൻ്റെ സമീപത്ത് എന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നു എന്ന് രാക്ഷസന്മാരോട് പറഞ്ഞു. മാനുഷേണൈവ മേ മൃത്യും ആഹ പൂർവം പിതാമഹ മാനുഷോ ഹി ന മാം ഹന്തും ശക്തോസ്തി ഭുവി കശ്ചന തതോ നാരായണ സാക്ഷാൻ മാനുഷോ ഭൂന്ന സംശയ രാമോ ദാശരഥിർഭൂത്വാ മാം ഹന്തും സമുപസ്ഥിത. അപ്പോൾ മനുഷ്യരൂപത്തിൽ മഹാവിഷ്ണു എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. ഇനി 3 കേട്ടോ. അത് 3 ഒരു വരിയുള്ളൂ. അനരണ്യേൻ യൽപൂർവം ശബ്ദോഹം രാക്ഷസേശ്വര ഉൽപ്പസ്യതേ ച മധ്വംശേ പരമാത്മാ സനാതന. 47 തേന ത്വം പുത്രപൗത്രൈശ്ച ബാന്ധവൈശ്ച സമന്വിതഃ ഹനിഷ്യസേന സന്ദേഹ ഇത്യുക്ത്വാ മാം ദിവം ഗതഃ സ ഏവ രാമഃ സംജാതോ മദർത്ഥേ മാം ഹനിഷ്യതി. രാക്ഷസേശ്വര, അല്ലയോ രാക്ഷസേശ്വരന്മാരെ, അതായത് ഒപ്പമുള്ള രാക്ഷസന്മാരോട് പറയണം, യാതൊന്നു ഹേതുവായിട്ട് പൂർവം പണ്ട് അനരണ്യനാൽ അഹം ശബ്ദ ഞാൻ ശപിക്കപ്പെട്ടു, എന്നെ ശപിച്ചിട്ടുണ്ട്. എന്താ അറിയോ? സനാതന പരമാത്മാ, സത്യസ്വരൂപനായിട്ടുള്ള പരമാത്മാവ്, മധ്വംശേ എൻ്റെ വംശത്തിൽ ഉൽപ്പസ്ഥിതേച്ച ഉത്ഭവിക്കും, തേന അവനാൽ നീ പുത്രപൗത്രൈഹി ബാന്ധവൈച സമന്വിത, പുത്രന്മാരോടും പൗത്രന്മാരോടും ബന്ധുക്കളോടും ചേർന്നവനായിട്ട് ഹനീഷ്യസെ കൊല്ലപ്പെടും. എന്ന സന്ദേഹ സംശയമില്ല. ഇതിമാ മുക്ത എന്നോട് പറഞ്ഞിട്ട് ദിവംഗത സ്വർഗത്തിലേക്ക് പോയി. സ ഏവ അവൻ തന്നെ മദർത്ഥേത ഇപ്പം എനിക്ക് വേണ്ടി എന്നെ വധിക്കാനായിക്കൊണ്ട് രാമഹ സഞ്ജാത രാമനായിട്ട് ജനിച്ചിരിക്കുന്നു. മാം ഹനിഷ്യതി എന്നെ കൊല്ലും ഉറപ്പായി രാവണനെ.
അപ്പോൾ പറഞ്ഞു, ഹേ രാക്ഷസാധിപന്മാരെ, പണ്ട് കഴിഞ്ഞ ഒരു കഥ ഞാൻ പറയാം. പണ്ട് അനരണ്യൻ എന്ന പേരായിട്ടൊരു രാജർഷി സൂര്യവംശത്തിലുണ്ടായിരുന്നു. എന്താണ് ആ രാജർഷിയുടെ പേര്? അനരണ്യൻ എന്നാണ്. അദ്ദേഹത്തെ ഞാൻ കൊന്നു. അപ്പം മരിക്കണ സമയത്ത് അദ്ദേഹം എന്നെ ശപിച്ചു. ആ അനരണ്യൻ എന്നുള്ള ഒരു രാജർഷി, സൂര്യവംശത്തിലെ രാജർഷിയാണ്. അദ്ദേഹത്തിന് ഞാൻ കൊന്നപ്പോൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ ശപിച്ചു. എൻ്റെ വംശത്തിൽ, അതായത് സൂര്യവംശത്തിൽ സത്യസ്വരൂപനായിട്ടുള്ള ഒരു പരമാത്മാവ് അവതരിക്കും. നിന്നെയും നിൻ്റെ പുത്രപൗത്രന്മാരെയും ബന്ധുക്കളെയൊക്കെ ആ ഭഗവാൻ നിഗ്രഹിക്കും, സംശയമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ രാജർഷി ജീവൻ വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയത്. ആ പരമാത്മാവന്നെയാണ് ഇപ്പം എന്നെ വധിക്കാൻ രാമനായി അവതരിച്ചിരിക്കുന്നത്. എന്നെ ഈ രാമൻ വധിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല എന്നാണ് പറഞ്ഞത് രാക്ഷസന്മാരോട്. വെച്ചാൽ ഉറപ്പായി ഇത് ഭഗവാൻ തന്നെ അവതരിച്ച് വന്നതാണ്. അപ്പോൾ എല്ലാം ഓർമ്മിക്കുകയാണ് പഴയ കാര്യങ്ങളെ. പണ്ട് സൂര്യവംശത്തിലുള്ള അനരണ്യൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയെ കൊന്നു ഞാൻ, രാജർഷിയെ കൊന്നു. അപ്പം അദ്ദേഹം മരിക്കണതിന് മുമ്പ് എന്നെ ശപിച്ചിട്ടാണ് ജീവൻ വെടിഞ്ഞത്. എന്താ ശപിച്ച്? എൻ്റെ വംശത്തിൽ പിറന്ന ഒരു പരമാത്മാവ് ഭഗവാൻ തന്നെ അവതരിക്കും എൻ്റെ വംശത്തിൽ. അങ്ങനെ ഭഗവാൻ അവതരിച്ചിട്ട് നിന്നെയും നിൻ്റെ എല്ലാ ബന്ധുക്കളെയും പുത്രപൗത്രന്മാരെയും ഒക്കെ വധിക്കുമെന്ന് അദ്ദേഹം ശപിച്ചിട്ടാണ് പോയത്. അപ്പം ആ ശാപം ഫലിക്കാൻ പോണു. ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഇതെന്നെ ഈ ശ്രീരാമൻ തന്നെയാണ് എന്നെ വധിക്കാൻ, എനിക്ക് സംശയമില്ല എന്ന് ഈ ഇവരോട് പറഞ്ഞു. അവിടെ ബാക്കി ഒപ്പുള്ള രാക്ഷസന്മാരോടെ അനരണ്യേന യത്പൂർവം ശബ്ദോഹം രാക്ഷസേശ്വര ഉൽപ്പസ്യതേ ച മധ്വംശേ പരമാത്മാ സനാതനഃ തേന ത്വം പുത്രപൗത്രൈശ്ച ബാന്ധവൈശ്ച സമന്വിതഃ ഹനിഷ്യസേന സന്ദേഹ ഇത്യുക്ത്വാ മാം ദിവം ഗതാ സ ഏവ രാമഃ സംജാതോ മദർത്ഥേ മാം ഹനിഷ്യതി. 48. കുംഭകർണസ്തു മൂഢാത്മാ സദാ നിദ്രാവശം ഗതഃ തം വിബോധ്യ മഹാസത്വം ആനയന്തു മമാന്തികം. കുംഭകർണ ഉറങ്ങല്ലേ എപ്പോഴും. കുംഭകർണനെ വിളിച്ചുകൊണ്ട് ഞാൻ പറയാം, എന്താ അറിയോ, കുംഭകർണ ഹത്തു. എന്നാ കുംഭകർണാണെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരാൾ, നല്ല ശക്തിയൊക്കെ ഉണ്ട്. എന്നാ കുംഭകർണനാവട്ടെ സദാ നിദ്രാവശം ഗത, എപ്പോഴും നിദ്രയ്ക്ക് അധീനനാണ്. മൂഢാത്മാ, ഒരു മനസ്സൊറ്റ അലർട്ടല്ല, എപ്പോഴും ഇങ്ങനെ മനസ്സ് മന്ദാണ്. മഹാസത്വം, മഹാബലവാനാണ്. പക്ഷെ അങ്ങനെയുള്ള അവനെ വിബോധ്യ, ഉണർത്തിയിട്ട് മമ അന്തികം, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ആനയെന്തു കൊണ്ടുവന്നാലും എന്ന് പറയാണ്. ആരൊക്കെ ഇപ്പം നല്ല ശക്തിയുണ്ട്, കുംഭകർണനെ സഹായിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എപ്പോഴും ഉറങ്ങുകയാണേ. ഈ മൂഢബുദ്ധിയായിട്ടുള്ള കുംഭകർണനാവട്ടെ എപ്പോഴും ഉറക്കത്തിലാണ്. ആ മഹാബലവാനായ അവനെ നിങ്ങളൊന്ന് ഉണർത്തിയിട്ട് എൻ്റെ അരികത്തേക്ക് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് എടുത്തോണ്ടേ പോയതുകൊണ്ട് അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 48 വായിച്ച് നിർത്താട്ടോ. കുംഭകർണസ്തു മൂഢാത്മാ സദാ നിദ്രാവശം ഗതഃ തം വിബോധ്യ മഹാസത്വം ആനയന്തു മമാന്തികം. അതായത് മൂഢബുദ്ധിയായിട്ടുള്ള കുംഭകർണൻ ഉറങ്ങല്ലേ, അവനെ എങ്ങനെയെങ്കിലും ഉണർത്തിയിട്ട് കൊണ്ടുവരുമെന്ന് അവരോട് ആജ്ഞാപിച്ചു. അത് പറഞ്ഞു ഇവിടെ നിർത്താം. തുപ്പല എടുത്തോണ്ടേ പോയിട്ടാ. അപ്പോൾ അവിടെ നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.